വിവാദ ഭൂമിയിലെ ഉത്തരവുകൾ റദ്ദാക്കാൻ LDF സർക്കാർ അധികാരത്തിലേക്ക് വരണമോ? ഉമ്മൻചാണ്ടി സർക്കാരിന് കൂടുതൽ വിശ്വാസം സുധീരനേക്കാൾ സന്തോഷ് മാധവനെയാണോ? മന്ത്രിസഭയുടെ വിവാദ ഉത്തരവുകളെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം ഉണ്ടാകുമോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എ സമ്പത്ത് MP, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, TN പ്രതാപൻ എന്നിവർ. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, മെത്രാൻ കായലിൽ തുടങ്ങിയതാണ്. കടമക്കുടി കഴിഞ്ഞ് കരുണയിൽ ഭാഗികമായുള്ള പിന്മാറ്റമുണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സന്തോഷ് മാധവന് പതിച്ചു നൽകിയ ഭൂമിയും ഇപ്പോൾ തിരിച്ചെടുക്കുന്ന രീതിയിലേക്കുള്ള ഉത്തരവുകളൊക്കെ വന്നിരിക്കുന്നു. ഇങ്ങനെ ഉത്തരവുകൾ ഉണ്ടാകുകയും അത് വിവാദമാകുമ്പോൾ തിരിച്ച് എടുക്കുകയും ചെയ്യുന്നത് വഴി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും പതിച്ചു കൊടുക്കുന്നതിലെ വിവാദം ഒഴിയുമോ? ലാലെ, ആ ചോദ്യം മെത്രാൻ കായലിൽ തുടങ്ങി ഇപ്പോൾ സന്തോഷ് മാധവൻ്റെ വയലിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അധികാരത്തിൽ കയറിയത് മുതൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അത് ഞാൻ അടുത്ത കാലത്ത് ആ സോഴ്സ് ഞാൻ പറയുന്നില്ല, അദ്ദേഹവും നമ്മുടെ ഈ UDF ഗവൺമെൻറ്റിൽ അധികാരത്തിൽ വന്ന ഏറ്റവും കൂടുതൽ അഴിമതികൾ നേരിട്ട ചില മന്ത്രിമാരെക്കുറിച്ചുള്ള അനൗദ്യോഗികമായി അവർ നടത്തിയിട്ടുള്ള അഴിമതികളുടെ കണക്കുകളെ സംബന്ധിച്ചൊരു ഡാറ്റ കിട്ടിയിട്ടുണ്ട്. 356-ൽ പരം ഉത്തരവുകൾ ശ്രീ അടൂർ പ്രകാശ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത്, അധികാരത്തിൽ നിന്ന് പോകാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇലക്ഷൻ ഏകദേശം ഡിക്ലെയർ ചെയ്തെന്ന് അറിയുന്ന അതിന് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് തുരുതുരാ അദ്ദേഹം ഓർഡറുകൾ ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇറക്കിയതിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ നിൽക്കുന്നതാണ് കരുണ എസ്റ്റേറ്റിൻ്റെ കേസും മെത്രാൻ കായലും സന്തോഷ് മാധവന് ഭൂമി പിടിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തതുമൊക്കെ. ഇന്ന് ഹിന്ദു ദിനപത്രത്തിന്, നാഷണൽ ഡെയിലിയിൽ അതിനെ സംബന്ധിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തയിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, ഈ ബാംഗ്ലൂരിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഫേമിന് സന്തോഷ് മാധവൻ്റെ ബിനാമിയായി പ്രവർത്തിച്ചവർക്ക് ഈ നിലം വീണ്ടും പതിച്ചു നൽകുവാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വസ്തുതകൾ വെളിപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാരണം. ശുദ്ധ കള്ളം. മന്ത്രിയുടെ അറിവില്ലാതെ ഒരിക്കലും ആ ഫയൽ നീങ്ങില്ല എന്ന് സന്തോഷ് മാധവന് ആ ഭൂമി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഉത്തരവ് പരിശോധിച്ചാൽ ഏതൊരാളിനും മനസ്സിലാവും. പിന്നെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അതിനെയൊക്കെ ചോദ്യം ചെയ്ത, അല്ലെങ്കിൽ അതിൻ്റെ അധാർമികതയെ ചോദ്യം ചെയ്ത ശ്രീ TN പ്രതാപനെയും VD സതീഷിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിലേറെ അദ്ദേഹം അപഹാസ്യനായിരിക്കുകയാണ്. അതായത് ജനം ഇതൊക്കെ തിരിച്ചറിയും, പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിൽ അഴിമതിക്കെതിരെ നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതൊക്കെ തട്ടിപ്പാണെന്ന രീതിയിലൊക്കെയാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു മന്ത്രിസഭയിലും ഒരു റവന്യൂ മന്ത്രിയും ഇത്തരം അഴിമതി നടത്തിയിട്ടില്ല എന്ന് വസ്തുതകൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാൻ ലാൽ അനുവദിക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ 1957-ൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്റും അച്യുത മേനോനും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭൂമിയുടെ രാഷ്ട്രീയം തുടങ്ങുന്നത് വേണമെങ്കിൽ അവിടെ നിന്ന് പറയാം നമുക്ക്. 1 സെൻറ്റ് ഭൂമിയില്ലാത്തവന് കയറിക്കിടക്കാൻ കൂര വയ്ക്കാൻ വേണ്ടിയിട്ട് 2 സെൻറ്റോ 3 സെൻറ്റോ കൊടുക്കുവാൻ വേണ്ടി ചരിത്രപ്രസിദ്ധമായ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുമ്പോൾ ലോകം മുഴുവനും പ്രശംസിച്ചതായിരുന്നു ആ നിയമം. അതൊരു സാമൂഹ്യ നീതിയുടെ സാമൂഹ്യ ലക്ഷ്യം നിറവേറ്റാൻ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ഇപ്പോൾ സന്തോഷ് മാധവന് ഭൂമി കൊടുത്തതിലൂടെ ശ്രീ അടൂർ പ്രകാശ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് പറയാം. ഈ 57-ലെ ഈ ഭൂപരിഷ്കരണ നിയമം കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ അതിൻ്റെ നിയമസാധുതയെ ഭരണഘടനാപരമായി ചോദ്യം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞത് വിപ്ലവാത്മകമായ റവല്യൂഷണറി സ്റ്റെപ്സ് എന്നാണ്. വിപ്ലവാത്മകമായ ഒരു തീരുമാനമാണ് ഈ ഭൂപരിഷ്കരണ നിയമം. അതിലൂടെ പതിനായിരക്കണക്കിന് കേരളത്തിലെ കർഷക തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും ഒരു കൂര വയ്ക്കാൻ 2 സെൻറ്റ് ഭൂമിയെങ്കിലും കിട്ടി എന്നുള്ളതൊരു ചരിത്ര യാഥാർത്ഥ്യം ഞാനിവിടെ വളരെ അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ശ്രീ EMSും അതുപോലെ അച്യുത മേനോനും അതുപോലെ തന്നെ MN ഗോവിന്ദൻ നായർ തുടങ്ങി PK വാസു അങ്ങനെ തുടങ്ങി നമ്മുടെ രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരും വിശാരഥന്മാരുമായിട്ടുള്ളവരുടെ തീരുമാനങ്ങളെ, രാഷ്ട്രീയ മീമാംസയെ, രാഷ്ട്രീയ ധർമ്മത്തെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ശ്രീ അടൂർ പ്രകാശ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഈ LDF അധികാരത്തിൽ വരികയാണെങ്കിൽ
ഇത്തരം തട്ടിപ്പുകൾ അന്വേഷിക്കപ്പെടണം. ഭൂമി കൊടുത്തതിൻ്റെ പുറകിൽ ഒരു മാഫിയ സംഘം തന്നെ. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സന്തോഷ് മാധവന് കൊടുത്ത മാത്രമല്ല, പല ഭൂമികളും പബ്ലിക് പ്രോപ്പർട്ടി സ്വകാര്യ ഭൂമാഫിയകൾക്ക് നൽകിയതിൻ്റെ ചരിത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. ഒന്ന് മാത്രം, ചിലത് മാത്രമേ പുറത്ത് നമ്മുടെ സുരേഷ് ബാബു കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ചില സാങ്കേതിക തകരാറുകൾ മൂലം അദ്ദേഹത്തിലേക്ക് നമുക്ക് ദൃശ്യപരമായി ഇപ്പോൾ പോകാൻ സാധിക്കുന്നില്ല. ശ്രീ PM സുരേഷ് ബാബു, LDF അധികാരത്തിൽ വന്നാൽ വിവാദ ഉത്തരവുകൾ റദ്ദാക്കുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ KPCCയുടെ അധ്യക്ഷനൊക്കെ ഈ വിവാദ ഉത്തരവുകൾ പിൻവലിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉത്തരവുകൾ വരുമ്പോൾ മന്ത്രിസഭയ്ക്ക് എഴുതുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എഴുതുന്നു. അതിൻ്റെ ഒരു പ്രതികരണം എന്ന രീതിയിൽ വേണമെങ്കിൽ ഏറ്റവും അവസാനം ഭാഗികമായിട്ടെങ്കിലും ചില റദ്ദാക്കലുകൾ ചില ഉത്തരവുകളിലെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്തേണ്ടി വരുന്നു. ഇപ്പോൾ ആശങ്കകൾ മായുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോഴും പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും അനുകൂലമായി എന്തുകൊണ്ട് ഈ രീതിയിൽ റവന്യൂ വകുപ്പിൽ നിന്നുള്ള ഉത്തരവുകൾ വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട് എന്ന്. കൃത്യമായ ഉത്തരം അറിയാൻ ജനങ്ങൾക്ക് LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരണമോ? അല്ല, അതിന് ഒരു സാങ്കേതിക സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഒന്നും നിഷേധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇവിടെ വിവാദമായ ഉത്തരവുകൾ ഈ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിൽ നിന്ന് പ്രകടിപ്പിക്കപ്പെടുകയോ പുറപ്പെടുവിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് ഏത് കാരണവശാലും അന്വേഷിച്ച് ജനദ്രോഹപരമായതാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ റദ്ദ് ചെയ്യപ്പെടണം. റദ്ദ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അത് പക്ഷേ ഇതൊരു LDF ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്ന ഒരു താല്പര്യം അക്കാര്യത്തിൽ ഉണ്ട്. സ്വാഭാവികമായും LDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള ഒരു ജനവിഭാഗം ഉണ്ടല്ലോ. പക്ഷെ ഇതിനു വേണ്ടി മാത്രമായിട്ട് അവർ വരണമെന്നില്ല. ഈ ഗവൺമെന്റ് തന്നെ എവിടെ വിവാദങ്ങളുണ്ടോ, ഉത്തരവുകളിൽ പിഴവുകളുണ്ടോ, അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങളുണ്ടോ അതൊക്കെ തിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പാർട്ടി തന്നെ അക്കാര്യത്തിൽ വളരെ ഗൗരവമായ നടപടിയും നിലപാടും. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എത്രമാത്രം കഷ്ടപ്പെട്ടാണ് KPCC പ്രസിഡന്റിന് ജാഗ്രതയോടുകൂടി ഈ കാര്യത്തിൽ നിൽക്കേണ്ടി വരുന്നത്? ഇതിൽ ചില MLA-മാർക്ക് തന്നെ എത്രമാത്രം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പരസ്യ പ്രസ്താവനകളിലൂടെ സർക്കാരിനെതിരായി ഇത്തരം വിവാദ ഉത്തരവുകൾക്കെതിരായി പ്രതികരിക്കേണ്ടി വരുന്നത്. എന്നിട്ടും ചില ഉത്തരവുകളൊക്കെ പ്രശ്നമില്ല, മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് തൽക്കാലം പിൻവലിക്കുന്നു, അതല്ലെങ്കിൽ ഭാഗികമായി പിൻവലിക്കുന്നു എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളാണ് ഉള്ളത്. ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ഇത്രയധികം ഭൂമി പതിച്ചു നൽകുന്നതിൻ്റെ പിന്നിലെ അവസ്ഥ അറിയാൻ എന്ത് സാഹചര്യമാണ് നിലവിലെ സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കാൻ കാരണം? അല്ല, ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഗവൺമെന്റിന്റെ മൊത്തത്തിലാവട്ടെ യാതൊരു കാരണവശാലും ഇത്തരം വിവാദ ഉത്തരവുകൾ നിലനിൽക്കണമെന്ന് ആഗ്രഹമില്ല. ഉത്തരവുകൾ വന്നിരിക്കുകയും ആ ഉത്തരവുകൾ ഏതെങ്കിലും കാരണവശാൽ ജനതാൽപര്യത്തിന് വിരുദ്ധമാണെന്ന് കാണുകയും ചെയ്താൽ അന്വേഷിക്കാനുള്ള മെഷീനറി എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ താല്പര്യക്കുറവില്ല എന്ന് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു KPCC ജനറൽ സെക്രട്ടറി ആയ താങ്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളല്ലേ? അടൂർ പ്രകാശ് എന്ന റവന്യൂ വകുപ്പ് മന്ത്രി ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളല്ലേ? അവരെല്ലാം എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ വികാരത്തിന് പുറത്തേക്ക് പെരുമാറുന്നത്? ഞാനിത് പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു ആപേക്ഷികത്വമുണ്ട്. ആപേക്ഷികത്വം, ഇത് വിവാദ ഉത്തരവാണ്, ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമില്ലാത്തതാണ്, അധികാരമുള്ളതാണ്. ഈ രണ്ട് വാദഗതികൾ ഉന്നയിക്കപ്പെടാമല്ലോ. അപ്പോൾ അതിനകത്ത് ആ വാദഗതികളെ വെച്ചുകൊണ്ട് ഏതാണ് അതിനകത്ത് യുക്തിസഹം? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വിവാദമാണ്, യുക്തിസഹമാണ്, ഒരു കാരണവശാലും ഇത്തരം ഉത്തരവുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ പാർട്ടിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ തിരിച്ചൊരു അഭിപ്രായമുള്ള ആളുകളെയും പാർട്ടിയിൽ അംഗീകരിക്കുന്ന ഒരു സംവിധാനമുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതെന്തുകൊണ്ടാണ് ഈ തിരിച്ചഭിപ്രായമുള്ളവരുടെ വാദങ്ങൾക്ക് ഇത്രമാത്രം സ്വീകാര്യത ഉണ്ടാകുന്നത്? ഈ തിരിച്ചഭിപ്രായം പറയുന്നവർ സന്തോഷ് മാധവന്റെ കൂടെ ആയിരിക്കണം, കരുണ എസ്റ്റേറ്റിലെ ഈ പോപ്സൺ ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കണം, അതല്ലെങ്കിൽ കടമക്കുടിയിലെയും മെത്രാൻകായലിലെയും ഭൂമി പതിച്ച് കിട്ടിയവരായിരിക്കണം, അവരോടൊപ്പമുള്ളവരായിരിക്കണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് തൊട്ട് തലേ ദിവസങ്ങളിൽ ഔട്ട് ഓഫ് അജണ്ടയായി 90ഓളം ഉത്തരവുകൾ പുറത്തിറങ്ങിയതിൻ്റെ ലാഭമാർക്കൊക്കെയാണോ അവരോടൊപ്പമുള്ളവരായിരിക്കണം ഈ തിരിച്ചഭിപ്രായമുള്ളവർ അങ്ങ് പറഞ്ഞ അർത്ഥത്തിലുള്ളതാണെങ്കിൽ അത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ കുടിവെള്ളം പോലും കിട്ടാത്ത
കാര്യത്തിൽ ഉത്തരവ് നേരത്തെ ഇറക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതിൽ ജാഗ്രത കാണിച്ചില്ല. 3 ലക്ഷത്തോളം സാധാരണ ഭൂമിയില്ലാത്ത ആളുകൾക്ക്, 1 സെന്റ് പോലും ഭൂമിയില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് താല്പര്യപ്പെട്ടില്ല. അവർക്കെതിരായിട്ടുള്ള ആളുകളായി വേണ്ടേ ഈ കൂട്ടരെ കാണാൻ? അതെ, ഞാൻ പറയാം. അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. അത് അന്വേഷണത്തിന്റെ സംവിധാനവും അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ ഒരു ഞങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ട് എന്നല്ലാതെ ഉത്തരവ് പുറപ്പെടുവിച്ച സമയത്തെക്കുറിച്ച്, അതിനകത്ത് പ്രേരക ശക്തികളെ കുറിച്ച്, അതിന്റെ ബെനിഫിഷ്യറിയെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ അതെല്ലാം സമഗ്രമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് തന്നെ പിൻവലിക്കപ്പെടേണ്ട ഉത്തരവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്ത് നിലനിൽക്കുമ്പോൾ അതിന് ഉണ്ടാകും. ജനങ്ങൾക്ക് അവകാശപ്പെട്ട 1 ഇഞ്ച് ഭൂമിയും ജനങ്ങളുടേതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും അന്യാധീനപ്പെടാൻ സർക്കാർ ഉത്തരവ് കൊണ്ട് സാധ്യതമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിയോ UDF ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല. അതിനാരെങ്കിലും കൂട്ടുനിന്നു എന്ന് സംശയാതീതമായി തെളിയുന്ന സാഹചര്യത്തിൽ അവർ കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കളല്ലാതായി മാറുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവും. അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഭൂമിയോ അല്ലെങ്കിൽ വസ്തുതയോ മുതലുകളോ ഏതെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ട വസ്തുക്കൾ ഒരു കാരണവശാലും അന്യാധീനപ്പെടുത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ തിരിച്ചു വരാം. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ സാങ്കേതിക പ്രശ്നം കൂടി തീരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങേക്ക് ദൃശ്യപരമായും ഉള്ള പ്രശ്നങ്ങളും ഒഴിവായി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് LDF അധികാരത്തിൽ വന്നാൽ ഈ വിവാദ ഉത്തരവുകൾ റദ്ദാക്കും എന്നാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ PM സുരേഷ് ബാബുവും അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളുമൊക്കെ പറയുന്നു അതിനുവേണ്ടി മാത്രം LDF സർക്കാർ അധികാരത്തിലേക്ക് വരണമെന്നില്ല, അത് ഇവിടെ തന്നെ പരിഹരിക്കും. അങ്ങനെ അല്ലാതെ ഈ പാർട്ടിയുടെ വികാരം അനുസരിച്ചല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന്. അത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ടേ, ആരാടാ തെങ്ങിൽ, ഞാനാ തൊമ്മിച്ചനാണേ. എന്താ തൊമ്മിച്ചാ തെങ്ങിൽ കയറിയത്? അത് കുറുന്തോട്ടി പറിക്കാനാണേ. കുറുന്തോട്ടി പറിക്കാൻ തെങ്ങിലാണോ കയറുന്നത്? അതുകൊണ്ടാണല്ലോ ഞാൻ താഴേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഇത് ഇങ്ങനെ എന്തെങ്കിലും പെശകുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും എന്നൊക്കെ ഉള്ളത്. ഈ ആദ്യം തുടങ്ങുമ്പോഴേ അറിയാം ഇതെല്ലാം. ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് കേരളത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്നത് കൊണ്ടും CPIM ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയത്തെ സജീവമായി ഏറ്റെടുത്തത് കൊണ്ടും മാത്രമല്ല, പൊതുസമൂഹം തന്നെ ഇക്കാര്യത്തെ വളരെയധികം ആകാംക്ഷയോടുകൂടിയും ഉത്കണ്ഠയോടുകൂടിയുമാണ് വീക്ഷിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 മാസക്കാലത്തിനിടയിൽ 2544 ഏക്കർ ഭൂമിയുടേതായിട്ടുള്ള, അത് മിച്ചഭൂമി പതിച്ചു നൽകൽ അനധികൃതമായി നിയമവിരുദ്ധമായി അത്തരത്തിൽ പതിച്ചു നൽകലും, ഇവിടെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ടും ഈ നാട്ടിലുള്ള എല്ലാ നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ടും നെൽവയലുകൾ നികത്തിയെടുക്കുന്നതിന് വേണ്ടിയും വൻകിട കുത്തകകൾക്കും അത്തരത്തിൽ ഈ ഭൂമി ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് വ്യാപാരം നടത്താൻ ആഗ്രഹിക്കുന്ന ഭൂമാഫിയെ സഹായിക്കുന്ന നിലയിലുള്ള നിലപാടുകൾ എടുക്കുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം, ഇവിടെ മാർച്ച് 4-ാം തീയതി ആണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും എന്നുള്ളത് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഞാനിപ്പോൾ ഇതൊരു ടെലിവിഷൻ ചർച്ചയിലായതുകൊണ്ട് പറയുന്നില്ല, എന്നോട് ഈ കേരളത്തിലെ ചില ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ എൻ്റെ തന്നെ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെടുന്നതായിട്ടുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ, ഒരിടത്ത് സ്പീക്കറാണ്, ഒരിടത്ത് ഡെപ്യൂട്ടി സ്പീക്കറാണ്, മറ്റ് 2 ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ തന്നെ MLA-മാരാണ്. പാർലമെൻറ്റ് സമ്മേളനം ചേരുന്ന വേളയിൽ തന്നെ ഇത്തരത്തിൽ 48 മണിക്കൂർ പോലും നോട്ടീസ് നൽകാതെ വളരെ പെട്ടെന്ന് ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുന്നതിന് മന്ത്രിമാർ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് അറിയിക്കുകയാണ്, എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ്. ഞാൻ ഒരു ബഹുമാനപ്പെട്ട ആ ജനപ്രതിനിധികളുടെയും പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. 48 മണിക്കൂർ പോലും ഇല്ലാതെ ഉദ്ഘാടന മാമാങ്കങ്ങളെല്ലാം നടത്താൻ തീരുമാനിക്കുമ്പോഴും അവർക്കറിയാമായിരുന്നൊരു കാര്യം, മാർച്ച് 1-നും 4-നും ഇടയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ 3 ക്യാബിനറ്റ് യോഗങ്ങളിൽ 3 മന്ത്രിസഭാ യോഗങ്ങളിലായി 800 തീരുമാനങ്ങളാണ് എടുത്തത്.
ലാൽ മനസ്സിലാക്കേണ്ട കാര്യം 800 തീരുമാനങ്ങൾ 3 മന്ത്രിസഭാ യോഗങ്ങളിൽ എടുക്കുക എന്നുള്ള റെക്കോർഡ് ഈ കേരള സംസ്ഥാനത്തെ ജനതയുടെ വളരെ അടിയന്തര പ്രാധാന്യമുള്ള ജീവൻ രക്ഷാ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമൊന്നുമല്ല ഇവിടെ തീരുമാനിച്ചത്. ഈ 800 തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതെല്ലാം തന്നെ കേരളത്തിൽ കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്ന പൊന്നിൻ്റെ വിലയുള്ള മണ്ണ് പതിച്ചു നൽകലാണ്. അങ്ങനെ ഇവിടെ ഭൂമിയുടേതായിട്ടുള്ള കൺവെർഷൻ, അത് കായൽ നികത്തുക, ഏല നികത്തുക, നെൽവയലുകൾ നികത്തുക, മിച്ചഭൂമി പതിച്ചു നൽകുക. ഇനി പരിശോധിക്കുക ഇത് ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച്. മുഖ്യമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവടക്കമുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്, വൻകിട പ്ലാന്റേഷനുകൾക്ക് ലഭിച്ചിട്ടുണ്ട്, വൻകിട റിയൽ എസ്റ്റേറ്റ് വ്യാപാരികൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്, വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ചില ആളുകൾ, ഞാനിനി പേരൊക്കെ ഇതിൽ കൂടി പറയേണ്ടതുണ്ടോ, പത്രങ്ങളിലും ടെലിവിഷനിലും എല്ലാം വന്നതാണ്, അവരുടെ പേരൊക്കെ എന്തിനാണ് പറഞ്ഞ് വെറുതെ ഇതിനകത്തൊരു അശ്ലീലത്തിന്റെ ചുവയുണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പേര് പറയുന്നത്. ഡോക്ടർ സമ്പത്ത്, ഒരുപക്ഷെ ഇത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുമ്പുള്ള തിടുക്കത്തിൽ ഈ ഇത്രത്തോളം ഉത്തരവുകൾ ഇറങ്ങിയതിനിടയ്ക്ക് പെട്ടുപോയ 1-2 വിവാദങ്ങൾ എന്ന് കാണേണ്ടതുണ്ടോ, അതോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തുടർന്നിരുന്ന ഒരു നയത്തിന്റെ ഭാഗമായി ഇങ്ങനെ വിവാദ പരമായ ഭൂമി ഇടപാടുകളിലേക്ക് എത്തിപ്പെട്ടത് തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഇടതുപക്ഷത്തിനാകുമോ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചില ആളുകൾ പറയാറുണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവസാന നാളുകളാകുമ്പോൾ വല്ലാതെ തിടുക്കപ്പെട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുമെന്ന്. അത് തികച്ചും തെറ്റായ കാര്യമാണ്. ചില മാധ്യമപ്രവർത്തകരും ചിലപ്പോഴൊക്കെ വളരെ നിഷ്പക്ഷമായ മേലങ്കി അണിയുന്നവരുമെല്ലാം അത്തരത്തിൽ ഇങ്ങനെ മുദ്ര കുത്താറുണ്ട്. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാര്യം ആലോചിക്കുക. LDF ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ അങ്ങനെയാണ് എങ്കിൽ വഴിവിട്ടാരെങ്കിലും സഹായിച്ചതായിട്ടുള്ള എത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ എണ്ണി പറയാൻ അവർ തയ്യാറാവണം. ഇവിടെ എന്താ നടന്നിട്ടുള്ളത്? ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 കൊല്ലക്കാലവും അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും അഴിമതിയുടെ വിരൽപ്പാടുകളുണ്ട്. ഹിന്ദിയിൽ പറഞ്ഞാൽ ഹസ്താക്ഷർ എന്ന് പറയുന്നത്, ആ കയ്യൊപ്പ് ഇവിടെ UDF ഗവൺമെൻറ്റിൻ്റെ എല്ലാ നടപടികളിലുമുണ്ട്. അവർ എന്നിട്ട് അതിനെ സ്ഥാപിക്കാനായി കണ്ടെത്തിയ മാർഗം എന്താണ്? വികസന പ്രവർത്തനങ്ങളുടെ ഭാഗഭാക്കാകണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്നുള്ള നിലയിലേക്കാണ് കൊണ്ടെത്തിക്കാനായി ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഖജനാവിൻ്റെ കൊള്ളയടിയാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നടന്നത് എന്താണ്? ആലപ്പുഴ ജില്ലയിലെ മെത്രാൻ കായൽ വിവാദം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് 378 ഏക്കറാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. ഇടുക്കിയിലെ പീരുമേടിലാണ് ഹോപ്പ് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ളത് 750 ഏക്കറാണ് പതിച്ചു നൽകാനായി തീരുമാനിച്ചത്. വൈക്കത്ത് ചെമ്പിലാണ് എങ്കിൽ ശ്രീ ഷാഫി മേത്തർക്ക് 150 ഏക്കറാണ് പതിച്ചു കൊടുക്കാനായി തീരുമാനിച്ചത് എന്നുള്ള കാര്യം ഓർക്കണം. കോട്ടയത്ത് മേരിമാത മൊബിലിറ്റി ഹബിന് വേണ്ടി ഏതാണ്ട് 125 ഏക്കറോളമാണ് അത്തരത്തിൽ പതിച്ചു നൽകാനായി തീരുമാനിച്ചതെന്നറിയണം. മാർച്ച് 4 തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന അതേ ദിവസം തന്നെയാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടേതായ മണ്ഡലത്തിൽ കോന്നിയിൽ അന്ന് 18 ഏക്കർ വേണ്ടപ്പെട്ട ആളുകൾക്ക് പതിച്ചു നൽകാനായി തീരുമാനിച്ചത്. ആ നെല്ലിയാമ്പതിയിൽ പോപ്സന് നൽകാനായി തീരുമാനിച്ചത്. ആ പോപ്സിന് 833 ഏക്കറാണ് മിച്ചഭൂമിയാണ് എന്ന് മുമ്പ് കണ്ടെത്തിയിട്ടുള്ളതും അങ്ങനെ മിച്ചഭൂമിയായി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഭൂമി ഭൂരഹിതരായിട്ടുള്ള ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് പതിച്ചു നൽകുന്നതിന് ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടപ്പാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അതിന് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ അതിൻ്റേതായിട്ടുള്ള രേഖകളും ശുപാർശകളും മുകളിലേക്ക് എത്തേണ്ടതും ഈ ഭൂമി നൽകുന്നതിന് വേണ്ടി MP-യും MLA-യും അടക്കമുള്ളവരുടെ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയിൽ അത്തരത്തിൽ ഈ അലോട്ട്മെൻറ്റ് കമ്മിറ്റിയിൽ തീരുമാനിക്കേണ്ടതും 833 ഏക്കർ. ഏറ്റവും ഒടുവിൽ ഞാൻ പേര് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, പറയാൻ ആഗ്രഹിക്കുന്നതുമല്ല, എങ്കിലും സന്തോഷ് മാധവനെ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലായി പതിച്ചു നൽകാനായി തീരുമാനിച്ചത് 128 ഏക്കറാണ് എന്നുകൂടി പറയുമ്പോൾ ഇപ്പോഴും ഇവിടെ തീരുന്നില്ല, ഇനിയും പലതും ഈ സർക്കാരിന്റെ തുടക്ക കാലഘട്ടത്തിൽ പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നതാണ് സലീം രാജുമായി ബന്ധപ്പെട്ട കടകംപള്ളി ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഭൂമിയുടെ ഒരു ഇടപാടായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിപ്പോൾ ഭരണം തീരുന്നതിന് മുൻപ് ഇതെല്ലാം കൂടി ഒരുമിച്ചെടുത്തു എന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. അതിന് മുൻപും ഒറ്റയ്ക്കായി പല കാര്യങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ടത് ഇവിടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണോ, നേരത്തെയുള്ള ഭൂമി ഇടപാടുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ് എന്നാണോ പ്രതിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്?
നിശ്ചയമായും ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള ആളുകൾ, ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ള രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ പ്രമാണിമാരും, അഴിമതിക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർ, മന്ത്രിമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർ, ഞാൻ ഇതിപ്പോൾ ഈ ചർച്ചയിലെല്ലാം സമയം വളരെ ചുരുക്കമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കൃത്യമായ രേഖകളോടുകൂടി തന്നെ വന്ന് പറയാം. കടകംപള്ളി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലും ഓഫീസിലും ഏത് സമയത്തും ആ വിധത്തിൽ അവിടെ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുള്ള ഒരു ബഹുമാനപ്പെട്ട MLA കടകംപള്ളി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യാ സഹോദരന്മാർ രണ്ടുപേരടക്കം ഇക്കാര്യത്തിൽ പങ്കാളികളാണ്. അന്വേഷണം വഴിതെറ്റിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. കോടിക്കണക്കിന് രൂപയുടേതായിട്ടുള്ള ഇടപാടാണ് നടത്തിയിട്ടുള്ളത്. വ്യാജ പട്ടയങ്ങളടക്കം ആ വിധത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി തീരുന്നില്ല. എൻ്റെ തന്നെ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നതായിട്ടുള്ള വർക്കലയിൽ വലിയ വ്യാപകമായ ഭൂമി തട്ടിപ്പിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുകയുണ്ടായി. അതിന് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി രൂപീകരിക്കാനായി പോലും വർക്കല വിഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിക്കാൻ, അതിൽ പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ ഞാനും കൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ചെയർമാൻ എന്നത് മുഖ്യമന്ത്രി, കോ ചെയർമാൻ എന്നുള്ളത് മന്ത്രി KC ജോസഫ്, അതിൻ്റെ വർക്കിംഗ് വൈസ് ചെയർമാൻ എന്നുള്ളത് സ്ഥലത്തെ MLA, സ്ഥലത്തെ MP എന്നുള്ള നിലയിൽ സമ്പത്ത് കൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവണമെന്ന് മുഖ്യമന്ത്രിക്കും KC ജോസഫിനും അടക്കം വലിയ ആഗ്രഹം. എൻ്റെ ഭാഗ്യവശാൽ ഞാൻ ഒരു രേഖയിലും ഒരു കടലാസിലും നാളിതുവരെ ഒപ്പിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ കമ്പനിയുടെ പ്രൊമോട്ടറോ ആ കമ്പനിയുടെ ഡയറക്ടറോ ആയില്ല. വാസ്തവത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇവിടെ ഗവൺമെൻറ് തട്ടിക്കൂട്ടിയ ഈ കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഇതിൻ്റെ ഇടപാടുകളെ സംബന്ധിച്ച് അടിയന്തരമായി പരിശോധിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് ഗവൺമെൻറ് തലത്തിൽ നടത്തുന്ന ഭൂമി തട്ടിപ്പിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്താകുന്നു. ശരി, ശ്രീ PM സുരേഷ് ബാബു, ഞാൻ അഡ്വക്കേറ്റ് ശിവൻമഠത്തിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ PM സുരേഷ് ബാബു, ഇതാണ് അവസ്ഥ എന്നിരിക്കെ എന്ത് പ്രതീക്ഷയാണ് ഈ KPCC പ്രസിഡന്റ് ഈ രീതിയിലൊക്കെ കത്തെഴുതിയത് കൊണ്ടൊക്കെ ഉണ്ടാകാൻ പോകുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് സന്തോഷ് മാധവനെയാണ് കൂടുതൽ ഈ സർക്കാരിന് വിശ്വാസം. ഇത്രയൊക്കെ തെളിവുകൾ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം നിരത്തുന്നുണ്ട്. ഓരോരോ ഘട്ടങ്ങളിലായി കഴിഞ്ഞ 5 വർഷമായി ഭൂമിയുടെ ഇടപാടുകളിൽ നടന്നിട്ടുള്ള അനാവശ്യമായ തിടുക്കവും സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കുന്ന സ്വകാര്യ വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും പതിച്ചു കൊടുക്കുന്നതിനെടുത്ത നിലപാടുകളും ഒക്കെ തന്നെ. അവിടെ ഇനിയും എങ്ങനെയാണ് KPCC പ്രസിഡന്റിനെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേട്ടുകൊണ്ട് ഉത്തരവുകളിൽ ജനകീയ മുദ്രയുണ്ടാകും എന്ന് കരുതാനാകുക? ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോഴും KPCC പ്രസിഡന്റ് 2-3 ദിവസത്തിനകം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണ്? സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ പോകുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു. ഇതേ കാര്യങ്ങൾ ചെയ്യുന്ന ഈ വിവാദ ഉത്തരവുകൾ ഇറക്കുന്ന ആളുകളെ ഒക്കെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഉണ്ടാക്കാൻ പോലും പോകുന്നത്. എന്ത് വ്യത്യാസമാണ് അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് KPCCക്ക് പോലും പുരോഗമനപരമായി ഇക്കാര്യത്തിൽ നൽകാൻ കഴിയുക?